ഹീലിംഗ് റിക്വയർസ് എ ന്യൂ എൻവിറോൺമെൻറ്റ്. ആരോഗ്യമായ അന്തരീക്ഷമില്ലെങ്കിൽ നമുക്കൊന്നും ഹീലിംഗ് സംഭവിക്കില്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെയൊക്കെ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു സൗഖ്യം എന്ന് പറയുന്ന സമയത്തോട് മാത്രം ബന്ധപ്പെട്ടതല്ല, അതിന് ഒരു സ്പേസ് ആവശ്യമാണ്. എൻവിറോൺമെൻറ്റൽ സൈക്കോളജി പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ വികാരങ്ങളെയും ചിന്തകളെയും നമ്മുടെ മാറ്റത്തിനുള്ള കഴിവിനെയും ഡീപ്പായിട്ട് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ഒരു പുതിയ ചാപ്റ്റർ ആരംഭിക്കാൻ തയ്യാറാകുമ്പോൾ പഴയ പരിസരത്ത് തന്നെ തുടരുന്നത് നമ്മുടെ മൈൻഡിൽ ഒരു സർവൈവൽ മൂഡിൽ തന്നെ തുടരാനായിട്ട് നമ്മളെ നിർബന്ധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ സ്ട്രെസ് ഹോർമോൺസ് അല്ലെങ്കിൽ സ്ട്രെസ് റെസ്പോൺസ് ഓഫ് ആകില്ല എന്നുള്ളതാണ്. അപ്പോൾ പഴയ വേദനയിൽ വീണ്ടും വീണ്ടും നമ്മളിൽ ആവർത്തിക്കപ്പെടും. അപ്പോൾ എപ്പോഴും ഹീലിങ്ങിന് ഒരു ഡിസ്റ്റൻസ് ആവശ്യമുണ്ട്. അത് ശാരീരികമായിട്ടും ആവശ്യമുണ്ട്, മാനസികമായിട്ടും വികാരപരമായിട്ടും. അതുകൊണ്ടിട്ടാണ് പലപ്പോഴും ചില അൺഹെൽത്തി എൻവിറോൺമെൻറ്റിൽ നിന്ന് മാറി നിൽക്കണം, നമ്മളെ ബഹുമാനിക്കാത്തവരിൽ നിന്ന് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം, നമ്മുടെ ഇൻറ്റേർണൽ ഡയലോഗ്സ് മാറ്റേണ്ടതുണ്ട്. ഞാൻ എന്തുകൊണ്ട് ഇത് ഡിസേർവിങ് അല്ല എന്ന ചിന്തയ്ക്ക് പകരം ഞാൻ ഡിസേർവ് ചെയ്യുന്ന ഗ്രോത്ത് എവിടെയാണ്, അല്ലെങ്കിൽ എനിക്ക് എന്താണ് ഡിസേർവ് ചെയ്യേണ്ടത്, ഞാൻ എവിടെ പോകണം, എന്ത് ചെയ്യണം എന്നുള്ളൊരു ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമ്മുടെ ചിന്തകൾ തന്നെ മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. ഹീലിംഗ് അർത്ഥമാക്കുന്നത് ഒരു ക്ലോഷർ എല്ലാത്തിനും കിട്ടുക എന്നുള്ളതല്ല, നമ്മുടെയൊക്കെ സ്വന്തം ഇന്നർ പീസ് കണ്ടെത്തുക എന്നുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്.